ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ മീൻ വില കുതിക്കുന്നു. മത്തിക്കും അയലയ്ക്കും വില 500ലേക്ക് കടക്കുകയാണ്. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇനി എന്തായാലും അടുക്കള ബഡ്ജറ്റ് തകിടം മറിയുമെന്ന് ഉറപ്പാണ്. മലയാളികൾക്ക് അവരുടെ തീൻമേശയിൽ ഒഴിവാക്കാനാകാത്ത ഒരൈറ്റമാണ് മീൻ വിഭവങ്ങൾ. മലയാളികൾക്ക് മീനില്ലാതെ എന്ത് ദിനമല്ലേ? മീനും മലയാളിയും തമ്മിൽ അത്രമാത്രം ബന്ധമുണ്ട്. കപ്പയ്ക്കൊപ്പവും ഉച്ചയ്ക്ക് ചോറിനൊപ്പവും വറുത്തതും കുടംപുളി വറ്റിച്ച നല്ല മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട. കുശാല എന്ന് പറയുന്ന മലയാളികളാണ് എല്ലാവരും. എന്നാൽ ഇനി മീൻകറിയും മീൻ പൊള്ളിച്ചതുമൊക്കെ വെക്കണമെങ്കിൽ കുറച്ചധികം കാശു പോകുമെന്ന് ഉറപ്പിച്ചു. അതെ, ഈ മാസം 9 മുതലാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിക്കാനിരിക്കുന്നത്. എന്നാൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കാനിരിക്കെ ഇപ്പോഴേ മീൻവില കുതിച്ചുയർന്നു തുടങ്ങിയിരിക്കുന്നു. കേരള തീരത്ത് നിന്ന് ലഭിക്കുന്ന മത്സ്യയിനങ്ങൾക്കെല്ലാം 2 ആഴ്ച മുമ്പത്തേക്കാൾ ഇരട്ടി വിലയാണ് ഇപ്പോൾ. ട്രോളിംഗ് ആരംഭിക്കുന്നതോടെ വില പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്കാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചാൽ പിന്നെ മത്സ്യബന്ധനത്തിന് നിയമാനുസൃതമായിട്ടുള്ള കണ്ണി വലുപ്പമുള്ള വലകൾ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കൂ. അതും അന്യസംസ്ഥാന ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മീൻ ലഭ്യതയിൽ പോലും ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴിതാ മീൻവില വിപണിയിൽ കുതിക്കുകയാണ്. ഒരാഴ്ചയ്ക്കിടെ ഒട്ടുമിക്ക മത്സ്യങ്ങൾക്കും 50 മുതൽ 80 രൂപയുടെ മാറ്റമാണ് സംഭവിച്ചത്. മത്സ്യലഭ്യത കുറഞ്ഞതും തൊഴിലാളി ക്ഷാമവുമാണ് ഇതിന് കാരണമെന്ന് വ്യാപാരികളും മത്സ്യത്തൊഴിലാളികളും പറയുന്നു. മലയാളികളുടെ തീൻമേശയിലെ പ്രധാന ഇനങ്ങളായ മത്തിക്കും അയലയ്ക്കുമെല്ലാം വില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും വ്യത്യസ്ത വിലയാണ് ഈടാക്കുന്നത്. മത്തി വില കിലോഗ്രാമിന് 300 രൂപ മുതൽ 350 രൂപയ്ക്ക് മുകളിലാണ് പല സ്ഥലങ്ങളിലും ഈടാക്കുന്നത്. അതേസമയം അയല വിലയാകട്ടെ 360 മുതൽ തുടങ്ങി 400ലേക്കും 500ലേക്കുമുള്ള കുതിപ്പിലാണ്. ചിലയിടങ്ങളിൽ വലിപ്പം കുറഞ്ഞ മത്തിയും അയലയും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് രുചി കുറവായതുകൊണ്ട് തന്നെ വിൽപ്പന കുറവാണ്. അതുകൊണ്ട് വിലയും കുറവാണ്. പ്രധാനമായും ഹോട്ടലുകാരൊക്കെയാണ് ഇത്തരം മീനുകൾ ഉപയോഗിക്കാറുള്ളത്. കൊഴുവ, ചെമ്മീൻ, മോത, കേര തുടങ്ങി കൂടുതലായി വിറ്റുപോകുന്ന ഇനങ്ങൾക്കെല്ലാം വില ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വില ഇനിയും കൂടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കേരള തീരത്തും ആഴക്കടലിലും ഈ വർഷം അനുഭവപ്പെട്ട കഠിനമായ ചൂട് കാരണം മീനുകളുടെ ലഭ്യതയിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ബോട്ടുകളിൽ ഉപയോഗിക്കുന്ന മണ്ണെണ്ണ, ഡീസൽ എന്നിവയുടെ ഉയർന്ന ചിലവ് കാരണം പല പരമ്പരാഗത വള്ളങ്ങളും ബോട്ടുകളും ഇപ്പോൾ കടലിൽ പോകുന്നത് കുറച്ചിരിക്കുകയാണ്. ഇതും മീൻപിടുത്തത്തിന് വലിയ തടസ്സം തന്നെയാണ്. കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മീൻവരവും സമീപ വർഷങ്ങളിൽ കേരളത്തിലേക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മീൻവില വലിയ തോതിൽ കൂടുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.